സമ്പാദ്യം. സമ്പാദ്യമാണല്ലോ എല്ലാവർക്കും ആവശ്യം. സമ്പാദ്യം ഇല്ലാതിരുന്നാൽ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ സമ്പാദ്യം നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ വാസ്തുവിന് ഞാൻ പല വീഡിയോകളിൽ പല ടിപ്പുകളും പലതരത്തിലുള്ള സമ്പാദ്യങ്ങളെ നിയന്ത്രിക്കാനുള്ള കാര്യങ്ങളൊക്കെ വാസ്തുവിൽ പല ഇതായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് ജനറലായിട്ടൊന്ന് ഈ പഞ്ചഭൂതങ്ങളുടെ റോൾ എന്താണ്, ഈ പൈസ എന്ന് പറയുന്നത് സമ്പത്ത് നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് പഞ്ചഭൂതങ്ങളുടെ റോൾ എന്താണെന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ വായു എന്ന് പറയുന്ന എലിമെൻറ്റ് പഞ്ചഭൂതം, അതായത് നിങ്ങളുടെ വെൽത്ത് ഉണ്ടാക്കാനുള്ള സ്പീഡ് കൂട്ടാൻ ഉപയോഗിക്കും, അല്ലെങ്കിൽ സ്പീഡ് കുറയുകയും കൂടുകയൊക്കെ ചെയ്യുന്നത് വായു എങ്ങനെ ബാലൻസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും വീട്ടിൽ സമ്പാദ്യം കൂടുകയും കുറയുകയൊക്കെ ചെയ്യുന്നത്. ഇനി നമ്മൾ അടുത്ത് പറയുകയാണെങ്കിൽ ആകാശം എന്ന് പറയുന്നത് സ്പേസ് എന്ന് നമ്മൾ പറയില്ല. ഈ ആകാശം എന്ന് പറയുമ്പോൾ നമുക്ക് സമ്പത്തുണ്ടാക്കാനുള്ള അവസരങ്ങൾ കൂടുതൽ കൊണ്ടുതരുന്നത് ആകാശം എന്ന് പറയുന്ന എലിമെൻ്റാണ്. സമ്പത്തുണ്ടാക്കാനുള്ള അവസരങ്ങൾ കൂടുതൽ കൊണ്ടുതരുന്നത് ആകാശം എന്ന എലിമെൻ്റാണ്. ഇനി ജലമാണ് സമ്പത്തിൻ്റെ ഫ്ലോയെ റെഗുലേറ്റ് ചെയ്യുന്നത്. നമ്മളിലേക്ക് സമ്പത്ത് ഒഴുകിയെത്താനും നമ്മളിൽ നിന്ന് ഒഴുകിപ്പോകാവുന്ന കാര്യത്തിനുമൊക്കെ ഘടകമായി വർത്തിക്കുന്നത് വാട്ടർ അല്ലെങ്കിൽ ജലം എന്ന് പറയുന്ന പഞ്ചഭൂതമാണ്. ഇനി നമുക്ക് പറയാനുള്ളത് അഗ്നി എന്ന് പറയുന്നത് നമ്മുടെ പൈസയുടെ ഫ്ലോ, നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന പൈസയെ ഫ്ലോ നമ്മളുടെ പവറിലൂടെ തന്നെ ഇരട്ടിപ്പിക്കാനുള്ള, അല്ല നമ്മുടെ പവർ കൂട്ടിക്കൊണ്ട് പൈസ നമ്മളിലേക്ക് തിരിച്ച് വീണ്ടും എത്തിക്കാനും, അത് ആ ഒരു നമുക്ക് ഫയർ എന്ന് പറയുന്നത് പൈസ ഉണ്ടാക്കാനുള്ള നമ്മുടെ കഴിവിനെ കൂട്ടുന്ന ഒരു കാര്യമാണ്. അത് അങ്ങനെ വേണമെങ്കിൽ പറയാം. ഇനി വേറെ നമുക്ക് എടുത്തു പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ആകാശമായി ഭൂമി, നമ്മൾ പറഞ്ഞില്ലേ കന്നിമൂല എന്ന് പറയുന്നത് എർത്തിൻ്റെ ഘടകം. അപ്പോൾ ഭൂമി എന്ന് പറയുന്ന എലിമെൻ്റ് എന്താണ് നമുക്ക് ചെയ്യുന്നത്, നമുക്കുണ്ടാക്കുന്ന സമ്പത്തിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് ഈ കന്നിമൂലയിൽ നമ്മൾ സമ്പാദ്യത്തിൻ്റെ കലവറ അല്ലെങ്കിൽ നമ്മുടെ ഒരു സേഫ് ഒക്കെ വയ്ക്കണമെന്ന് നമ്മൾ പറയുന്നതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് അതാണ് അതിൻ്റെ റീസൺ. കാര്യം ഭൂമി എന്ന് പറയുന്ന എലിമെൻറ്റ് നമ്മളുടെ സമ്പാദ്യത്തിനെ മൾട്ടിപ്ലൈ ചെയ്യിപ്പിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഈ പഞ്ചഭൂതങ്ങൾക്കെല്ലാം പൈസയുമായി വളരെ ബന്ധമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ പഞ്ചഭൂതങ്ങളെയും ഒരേപോലെ ബാലൻസ് ചെയ്ത് വയ്ക്കാൻ ശ്രദ്ധിക്കുക. ഇനിയുള്ള വീഡിയോയിൽ ഞാൻ ഈ ഇംബാലൻസ് എങ്ങനെ വരുന്നു എന്നുള്ളതിനെക്കുറിച്ച് സംസാരിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു നല്ല വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നവരെ നന്ദി, നമസ്കാരം.